ഇന്ന് നമ്മള് നല്ല കൂന്തൽ ചില്ലടിക്കാൻ പോവുകയാണ് പാർത്ത് വെച്ചിട്ട്. കണ്ടാ നല്ല അടിപൊളി കൂന്തൽ കൊടുക്കുന്നുണ്ട് നമ്മള്. നല്ല സൂപ്പർ കൂന്തലാണ്. എന്താടിയേ ഒന്ന് നോക്കിയാലോ, നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയാലോ? നോക്കാം, കുറച്ചേരം പണിയുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് നല്ല കൂന്തൽ ക്ലീനിങ്ങിലാണ് ഇപ്പോ. ഇന്ന് നല്ല മഷിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കണം. ആദ്യം തോലെടുക്കാൻ വേണ്ട, തോലും തലയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ മഴയൊക്കെ പോയിട്ട് വെയിലൊക്കെ വന്നു. മഴ പോയപ്പോഴേക്ക് പനി പിടിച്ചു. അങ്ങനെ കുറെ ഇതുണ്ട്. കുറെ ദിവസമായി വീഡിയോ കുറെ ദിവസമായി വീഡിയോ എടുത്തിട്ടുമ്പോള് നല്ല വെള്ളച്ചാട്ടാന്ന് പറയാം. ഒന്നുകൂടി കഴുകാൻ മതി. പിന്നെ ലാസ്റ്റ് എടുത്തോ. ഇല്ല കളയാ. എല്ലി കളഞ്ഞോ? എല്ലി വേണമെങ്കിൽ ഷോക്കേസ് കൊണ്ടുവച്ചോ. അടിപൊളി സാധന. ഇതിലുള്ള കൈയിട്ടിനെ വൃത്തിയാക്കാൻ കേട്ടോ. അപ്പൊ ഒന്നുകൂടി കഴിക്കാൻ പോരാ. അപ്പം തന്നെ കഴുകാം. ഒന്നുകൂടി മറ്റിയൊക്കെ പോകാൻ വേണ്ടിട്ടേ എന്തായാലും കഴുകട്ടെ. തന്നെ ഫുള്ള് മറ്റിയ. അതെ. ഇപ്പൊ മഴ പെയ്തിട്ടേ വെള്ളം കൂടെ കാരണം പുഴയില് ഒരു പരിപാടി നടക്കുന്നില്ല. മീൻപിടുത്തോ ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ കടൽ മീനാണ് ഇപ്പൊ ആശ്രയം. എന്തരാടിയാ? അതെ, എന്തരാടി ഇപ്പൊ കടയിൽ നിന്ന് വന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ മുണ്ടൊന്നും എടുക്കാതെ പാന്റും ഇറങ്ങിയേക്കണേ അല്ലേ? വേണ്ടിട്ട് വന്നാണ്. അതെ. ഒന്നരടിക്ക് പാൻസ് കൂടി ഇപ്പൊ മുണ്ടെടുക്കൽ നിർത്തി. ഇപ്പൊ പാന്റ് ആക്കിയ ആള്. ഓ, ഇതിനൊക്കെ നല്ല മറ്റാട്ടോ. മഷീന്റെ തന്നതാ. നേരെയൊക്കെ ചെക്കന്മാരൊക്കെ അറിയണില്ല. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഈ കുടൽ ഇങ്ങനെ എടുക്കുക, പിന്നെ അവന്റെ വായ അങ്ങനെ പൊളിക്കുക, അങ്ങനെ പോരും. പോയി കഴിഞ്ഞാൽ കണ്ണൊക്കെ അങ്ങനെ പിരിച്ചെടുക്കുക. പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറത്തെ തോലുണ്ടാവും. ആ തോലുണ്ടാണ് ഇങ്ങനെ വലിച്ച അങ്ങനെ വലിച്ച തോലിന് പോകും. അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ പോകുന്നത് പല നേരമൊക്കെ അറിയില്ല. അതൊക്കെ എങ്ങനെ പഠിക്കുക? എന്താടിയാ? അതെ, മനസ്സിലായോ? ഞാൻ വരുമ്പോ ചൂടുന്നു. നല്ല കഴിഞ്ഞ് എന്താ നമ്മുടെ കൂന്തല് ക്ലീനിങ് കഴിഞ്ഞോ? അപ്പൊ ചില്ലിക്കുള്ള കഷ്ണം നമുക്ക് റൗണ്ടാക്കി വെട്ടാം. എന്താണ് വെട്ടല്ലേ? വിട്ടോ, ആരംഭിക്കാം. ആകെ പലകയുള്ളൂ. അപ്പൊ ഞാൻ സുന്ദരാടി മണി വെട്ടുള്ള പലകേമേ ഒരു മണ്ടിച്ച ഒലക്കേമയും കണക്കാന്ന് പറഞ്ഞേ. സുന്ദരാടിയെ അതെ, ഒറ്റ പലകേമ ഞാൻ രണ്ടാളും വെട്ടുക. അഞ്ച് അല്ലേ? അല്ലേ? അതന്നെ. അവസാനത്തെ ഒരു വലിയ പീസ് കേട്ടോ. അത് നല്ല പൊടി വഞ്ചില്ലേ. ഒന്ന് മഴയൊക്കെ ഒഴിവാണ് ഇപ്പൊ. പനിയും മഴയ്ക്കും പനിക്കൊക്കെ ഒരു ഗേപ്പൊട്ടിയസാണ്. മഴയും പനിയും എല്ലാം കൂടി. ചില്ലിയാണ് നമ്മുടെ. ഇത് കുടലിനൊക്കെ നല്ലതാണ് അല്ലേ? അല്ലേ? അതൊക്കെ പറയണ്ട്. ഞാൻ അടുത്ത വന്നാണ് നമ്മക്ക് കർക്കിടക മാസം കാട്ടുചേനക്കറി വെക്കണം. കാട്ടുചേനക്കറിയും കാട്ടുചേന ഉപ്പേരി. അതെ, കാട്ടുചേനയുടെ ഉപ്പേരി. ഇത് എൻ്റെ ഒരു കർക്കിടക കഞ്ഞി പരിപാടികളും. നമ്മൾ 10 ദിവസം ഗ്യാപ്പ് വന്നു. ഇപ്പൊ അതുണ്ടായി. കർക്കിടകത്തിലെ 10 മഴ വണ്ടം ബാധിച്ചു. അങ്ങനെ പണ്ടായത്. 10 വെയില് കിട്ടിയത്. അതെ അല്ലേ? അതെ. അടയ്ക്ക മറക്കാനായിരുന്നോ? എന്താ
ഒക്കെ ആവണല്ലോ. പറയാനാണോ? ആവണല്ലോ. ഒരാവണല്ലേ? എന്തായാലേ നമ്മുടെ കട്ടിങ് കഴിഞ്ഞോ ചില്ലിക്കുള്ളത്? ഒന്ന് കഴുകിക്കളാ. കഴുകിട്ട് വരാം. കഴുകിട്ട് വരാം കേട്ടോ. എന്താണോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കഴുകുക. ഇപ്പൊ സുന്ദരാണി നമ്മുടെ സാധനം കഴുകി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാല കൂട്ടാം. എന്തായാലും മുളകുപൊടി പൊട്ടിച്ചോ? മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി നോക്കിയിട്ടാ. ചില്ലി പൗഡർ ഇട്ടാ മതിയോ? ചില്ലി പൗഡർ 2 വേണ്ടി വരും. മതി. ഇങ്ങനെ നോക്കിയിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാ. അതാ അത് നമ്മള് വീട്ടിൽ നിന്ന് അരച്ചു കൊടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കുരുമുളക് പൊടിയാണ്. കോൺഫ്ലവർ ഇട്ടോ? എൻ്റെ ഇട്ടോ. നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നാരങ്ങനെ വട്ടത്തിൽ പിഴിയണം. ഉപ്പ്. അതാണ് നാരങ്ങണത് രീതി. ഉപ്പ് ഉണ്ട് തൊട്ടെ. മുട്ട പൊട്ടിക്ക് സുന്ദരാടി. മുട്ട പൊട്ടിക്ക് എന്ന സുന്ദരാടിയാണ് ക്യാമൽ. ഇതാണ് താക്കി പൊട്ടിച്ചോണ്ട. കോൺഫ്ലവർ എടുത്തോ? എടുത്തോ? കൊട്ടിക്കോ. എന്റെ കണ്ണളവിനെ കൊട്ടിക്കോ. അപ്പൊ മതിയോ? ഇനി നമുക്ക് ബാക്കി നോക്കിയിട്ട് പൊട്ടും. അപ്പൊ നല്ലൊന്ന് കുഴച്ചെടുക്കട്ടെ. സോയ സോസ് ഒഴിക്കല്ലേ? സോയ സോസ് ഒഴിക്കും. ശകലം മതിയില്ലേ? ഓ തുള്ളിയുടെ ഒഴിച്ചോ? മതി. കോൺഫ്ലവർ ലേശം ഇട്ടോ കേട്ടോ. ഇത് പൊടിക്കും കൂടി കമ്മിയുണ്ട് കോൺഫ്ലവർ. മതി. മസാലയൊക്കെ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ നമ്മുടെ മെയിനിലേക്ക് ഒന്ന് പിടിക്കട്ടെ. അടച്ചേക്കണ്ടേ? അടച്ചല. മസാലയൊക്കെ പിടിക്കുമ്പോഴൊക്കെ അടുപ്പൊക്കെ സെറ്റ് ചെയ്യാം. വെയിലില്ലാത്ത ഭാഗം നോക്കിയിട്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ അടുപ്പ് കുറച്ചിടത്തൊക്കെ വെയിൽ വന്നു. ആ തണല് നോക്കിയിട്ടേ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഭയങ്കര കാറ്റാണ്. തിരുവാതിരക്കില്ലാത്ത കാറ്റാണ്. പാടത്തെ കാറ്റ് ഭയങ്കര. നമ്മുടെ പുതിയ അടുപ്പാണ് ഇന്നത്തെ. ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അല്ല കൂന്തറച്ചിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. നമ്മള് ചട്ടി കയറ്റട്ടെ. അടുപ്പിനെക്കാനും വലിയ ചട്ടിയാട്ടോ. ചട്ടി എപ്പോഴും വലുതാവണം. വെള്ളം പറ്റട്ടെ. ഉണ്ടോ? അപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയും കൊണ്ടേ നമ്മൾ ഓയിലേക്ക് മാറിയിട്ടുണ്ട്. ഓയിൽ ഒഴിക്കട്ടോ ചട്ടിയിലേക്ക്.
ചിലവായിട്ടൊന്നും എണ്ണ പൊടിക്കണോ 200-ന്റെ കുറേശ്ശെ ഉണ്ടാക്കാം. ഉണ്ടാക്കാം. എണ്ണ നല്ല ചൂടായിണ്ട്. അപ്പൊ മട്ടോ കൊടുക്കാം, ചില്ലിട്ട് കൊടുക്കാൻ പോകാം, കൂന്തൽ ചില്ലി. എന്നാ ഞാൻ പോട്ടോ. ശേഷം ചൂടെന്തേക്കാ കൂന്തലാട്ട പൊട്ടിത്തെറിക്കണം. കൂന്തൽ നല്ല പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച കൂന്തല് കണ്ണും മോറൊക്കെ നോക്കണം കൂന്തലിടുമ്പോ. അതിനവിടെ സുന്ദരാടിയാ ഇതിന്റെ കയ്യില് ഇതാവുന്നുണ്ട്. കുറച്ചും കൂടി ഇടണം കേട്ടോ. ചട്ടിയിലെ ഞാൻ അടുപ്പയിലിട്ടെ. അടുത്തലുമ്പോ കുറച്ച് കൂട്ടിയതാ. അവനെ കണ്ണും മോറ അവരാരും നോക്കുക. കറിവേപ്പിൻ്റെ എവിടെ? കൊലനായിട്ട് സുന്ദരാടിയെ നമ്മുടെ തട്ടിയെടുത്തോളാം മറ്റേ സാധനം. പൊക്കോറിന് മുമ്പ് കുറച്ച് കൈപ്പുണ്ണം ചേർക്കാം. കൈപ്പുണ്ണേ ആണ് അതിന്റെ മെയിന്. സത്യം കുറച്ച് ചെറുതായി. അടുത്ത തവണ നമുക്ക് വലിയ അട്ടം വാങ്ങണം. വലുതാക്കണം. അതെ, പ്രേക്ഷകരെ സപ്പോർട്ടിൽ ചട്ടികളൊക്കെ വലുതാക്കണം. അതെ, എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോഴേ നമുക്ക് വലിയ അടുപ്പം വലിയ ചട്ടിയൊക്കെ ആക്കാൻ പറ്റുള്ളൂ. എന്താടിയാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വലിയ അടുപ്പവും വലിയ ചട്ടിയാക്കിയിട്ട് വലിയ വലിയ പരിപാടികൾ ചെയ്യണം. ഓക്കെ ഓക്കെ. ഒരു പാത്രം കൂടി വേണ്ട. അവിടെ പൊട്ടിത്തെറിച്ച കൂന്തള് എന്താടിയാ പൊട്ടിത്തെറിച്ചല്ലേ അത്? പൊട്ടിത്തെറിച്ച കൂന്തൽ ആവശ്യമുള്ളപ്പോ പൊട്ടണില്ലല്ലോ. ഫാൻ ഉണ്ടോ കേട്ടോ? പിന്നെ കേട്ടോ തറ കറക്റ്റ് ചന്തിമപ്പോ അയ്യപ്പന്മാർക്ക് പൊട്ടിത്തെറിക്കും. ഉണ്ടേ സാബ കഴിച്ചോക്കാം. ലാസ്റ്റ് റൗണ്ട് കൂന്തൽ കയറ്റാൻ പോവുകയാണ്. ഇപ്പൊ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവിടെ 2-3 ഉണക്കമുളക് ഇവിടെ എടുത്തോ. ചന്തത്തിന്റെ ലേശം കറിവേപ്പിന്റെ ഇല. എന്താ കൊട്ടക്കട കൊട്ടെടുക്കട്ടെ. ഇയാടിരുന്നോ? ഇയാടി ഇരുന്നോ? അത് പോരെടുത്തോ. കറിവേപ്പിന്റെ കോരന്റെ കാണാൻ ചന്ത ഉണ്ടാവും. അതാ അപ്പൊ ചില്ലി അടിച്ചപ്പോ നാട്ടം പോലെ വേണുണ്ട്. അതെ, ഏതാ ചില്ലി എന്താടിയാ? അതെ, അതിന്റെ മണത്തിലുണ്ട് അതിന്റെ ക്വാളിറ്റി. അതെ,
മണപ്പ ക്യാമറ ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ല. നമ്മളെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി കൊടുത്താൽ മതി അല്ലേ അതെ ആരുടെ കൈ എടുത്തിട്ട് കള്ളന്റെ കൈ എടുത്തിട്ട് ആ ഓക്കെ പോത്താണ് രാത്രി നമ്മൾ വീഡിയോ നിർത്തില്ല അപ്പൊ ചൂടാക്കി എടുക്കട്ടെ തിന്നണപ്പേ ഓരപ്പടി പോത്തിന്റെ ഭക്ഷണം കൂടി കഴിച്ചാലേ സാധനം സൂപ്പറാവും കാട്ടേ നീ വീശൊരു ഒരു കാറ്റ കൂട്ട കണ്ടാ ക്യാമറമാൻ വേണ്ട ഏതാ സാധനം എന്നൊക്കെ സാധനം ടേസ്റ്റ് കൂടിയിട്ടുണ്ടാവും ഒപ്പാകട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ചോറ് കൂന്തൽ ചില്ലി പിന്നെ ഇന്നലത്തെ കുറച്ച് ഇറച്ചിയുണ്ട് നോക്കി നോക്കാം അല്ലേ എന്താടിയെ നോക്കി പീച്ച് നോക്ക് അതൊന്നും കുന്തറക്കട പീച്ച് നോക്ക് കുന്തറാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ മറ്റേ ഇറച്ചിയൊക്കെ നമ്മൾ ഇന്നലെ തിന്നാലേ രാത്രി അറിയാൻ പറ്റുന്ന ഇറങ്ങില്ല കേട്ടോ ഒപ്പം ചന്തത്തിനൊന്ന് വെച്ചു എന്ന് മാത്രം അത്ര ഉള്ളു ചിലര് ചന്ത ഉണ്ടാവാൻ വേണ്ടിട്ടേ അതെ പോരെ ആ എടുക്കടാ എങ്ങനെ നോക്കിയേക്കാ ചോർത്തോ ആ ഇതോ ആ എടുക്ക് കുറച്ച് ചോറ് ആ ചോറും പൂന്താ ചെല്ലി തന്നെ എടുക്കുക അതിലൊരു ചെറിയ ഉള്ളി കഷ്ണം കൂട്ടി പിടിക്കണം അങ്ങനെ അപ്പൊ അടുത്തപ്പത്തെ കുറച്ച് ചോറാവുള്ളൂ അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് പിടിക്കാണ് കണ്ടോ അങ്ങനെ കേട്ടോ നിങ്ങളെ ചെല്ലി എന്താ സാറല്ലേ അങ്ങനെ കേട്ടോ ഒരു ഉള്ളിനെ കടിക്കണം കേട്ടോ എങ്ങനെ കേട്ടോ ഇറച്ചിയ തിന്നില്ല ഇറച്ചിയ മേന്ന രാത്രി തിന്നും അടുത്താണ് മുച്ചല്ല കൂന്തലാണ് അതെ കൂന്തള ഇന്നത്തെ പരിപാടി നമ്മുടെ കൂന്തളല്ലേ ഉള്ളി എടുക്കുക കടിക്കുക അപ്പോ നായ നായ ഏട്ടോ ഏട്ടോ ഇത് പനീര പ്രവർത്തകർക്കൊന്നും കിട്ടില്ല കേട്ടോ അതൊക്കെ വേണ്ട ചോറിന് കഥ കൊണ്ടാട്ടോ അത് വേണ്ട ഇതന്നെ മതി കറിയായിട്ട് പോകുന്നില്ല നമ്മുടെ അതില് ഇറച്ചിയും ചില്ലന്നെ ഉള്ളൂ ഇപ്പൊ കറി എടുക്കണമെങ്കിൽ വീട്ടിലേക്ക് ഒരുപാട് നടക്കാണ്ട് പറഞ്ഞേ കറി കൊണ്ടുപോയി തന്നെ പോരെ കറി നിർബന്ധമുണ്ടോ എന്താ കാര്യം ഏയ് ഇല്ലല്ലോ ഇല്ലില്ല ആ ഇറച്ചി എങ്ങാണ്ട് സൂപ്പറാ ഇന്നൊന്നും ടേസ്റ്റ് കൂടി ഉണ്ടാവും ഇന്നലത്തെ ഇറച്ചി ആകുമ്പോണ്ടേ ഇന്നലത്തേക്കാൻ മസാല ഒക്കെ പിടിച്ചിട്ട് അതെ കാറ്റെന്ന് പറഞ്ഞാലും പോരാ പെരും കാറ്റ് ദൈവം അനുഗ്രഹിച്ചെന്ന കാറ്റാ കഴിക്കുമ്പോഴേ എന്താ കഴിക്കാൻ ഉഷാറിനകത്ത് ചോണ്ടാ പോകുന്ന വീട്ടിന്ന് പിന്നെ ടേസ്റ്റ് കൊണ്ടുപോയെന്നു ആ അതാണല്ലേ നാലും അടുത്ത് കഴിക്കാൻ പറ്റും അപ്പഴേ നമ്മളെ വീഡിയോ വിളിച്ചിട്ട് നിർത്താൻ പോവാണ് ചെക്കന്മാരൊക്കെ ബാക്കിൽ വെയിറ്റിംഗ് ആണ് ക്യാമറയുടെ ബാക്കില് അപ്പൊ എല്ലാരും വിളിച്ച് കേൾപ്പിക്കട്ടെ ഞാൻ വീഡിയോ നിർത്താൻ ഇന്നത്തെ വീഡിയോ കേട്ടോ ഫുള്ളായി നിർത്തല്ല അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ് കമന്റ് ഒക്കെ ചെയ്യാം ഞങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ വേണ്ടത് കുറച്ചു മുമ്പ് പറഞ്ഞു വലിയ ചട്ടിയും ഗ്യാസൊക്കെ വേണം. വലിയ ചട്ടി ഗ്യാസൊക്കെ ആക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ പരിപാടി പഠിച്ച് അവസാനിപ്പിക്കുകയാണ് ചെക്കന്മാരോട് വിളിക്കട്ടെ വാടാ വാടാ വാടാ